ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ ഇവർ വിവാഹിതരായാൽ പരമ്പര ഉണ്ടല്ലോ, നല്ല അടിപൊളി നല്ലൊരു ട്വിസ്റ്റ് സീനാട്ടോ ഇന്നൊക്കെ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, എന്നിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേ ചാനലിൽ തന്നെ സുമി മുഫാസ് മനസ്സിൽ ഞാൻ കാറ്റത്തെ കിളിക്കൂട് കൃത്യം 7 മണിക്ക് വൈകിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇവർ വിവാഹിതരായാൽ പരമ്പരയുടെ ഇന്നത്തെ ഒരു വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അച്യുതൻ നാട്ടിൽ പോകുന്ന കാര്യം ഫൈനലൈസ് ചെയ്തു. ഇനിയിപ്പോൾ അതിനൊരു മാറ്റവും ഇല്ല. അപ്പം നമ്മുടെ ഭൂമി കടയുടെ ടീ ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ലക്ഷ്മി ചേച്ചീനെ ഏൽപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരുടെ അടുത്തും പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പം സാധനങ്ങളൊക്കെ നമ്മുടെ അംബിക എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം വണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർ ഇന്നിപ്പോൾ വൈകിട്ട് ഇറങ്ങിയ നാളെ വെളുപ്പിന് എത്തുന്ന അത്രയും മണിക്കൂർ എടുക്കും. ഒരുപാട് ലോങ്ങാണ്, ഒരു നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ അപ്പം പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ അച്യുതൻ ഡോക്ടറെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭൂമി ഇല്ല, അച്യുതൻ മാത്രമായിട്ടാണ് പോകുന്നത്. അങ്ങനെ OP എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഡോക്ടർ ഭൂമി ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല, മോള് വന്നില്ല സാറേ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ അച്യുതൻ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. കാരണം ഡോക്ടർക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭൂമിയെയും അതുപോലെ തന്നെ അച്യുതൻ്റെ രോഗത്തിൻ്റെ ആഴം അറിയാവുന്നതുകൊണ്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭൂമി അത്രത്തോളം കിടന്ന് ഓടല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു ഡോക്ടറിന് പോലും. അങ്ങനെ ഡോക്ടർ തന്നെയാണ് ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഭൂമിയുടെ കൊടുത്തിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറഞ്ഞത്. അപ്പം ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, ഡോക്ടറെ ഞാൻ ഒരു 2-3 മാസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, നാട്ടിലോട്ട് പോവുകയാണെന്ന്. നാട്ടിലോട്ടോ? അതെന്ത് പറ്റി? അതെ, ഒരു അത്യാവശ്യമായിട്ട്, ഞങ്ങളുടെ സ്വന്തം നാട് അവിടെയാണല്ലോ. അപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ട് സാറ് എനിക്ക് തരാറുള്ള ഗുളിക ഒരു 3 മാസത്തേക്കൊന്ന് എഴുതി തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും, അല്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയോ? അതിപ്പോൾ വലിയ കുഴപ്പമില്ല സാറേ, അൾസറല്ലേ, പിന്നെ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, ഇല്ല, അവിടെ അങ്ങനെ ഒരു കുഗ്രാമം പോലത്തെ നാട്ടിൻപുറം സാറേ, പിന്നെ ഈ ഹെൽത്ത് സെൻറ്റർ പോലെയുള്ള ഇതൊക്കെ ഉണ്ട്, പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ അച്യുതൻ പറയണം. അച്യുതൻ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? ഡോക്ടർ പറയണം, നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിതില്ലേ, നിങ്ങൾക്ക് അൾസർ അല്ലയോ? അതെ, ഭൂമി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രോഗവിവരം താങ്കളോട് നേരിട്ട് പറയാതിരുന്നത്. നിങ്ങൾക്ക് ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്യുതൻ അങ്ങ് ഞെട്ടാണ്. എന്ന് വെച്ചാൽ എന്താ ഈ പറയണേന്നുള്ളത്. അൾസർ എന്നുള്ള രീതിയിലല്ലേ ഇരുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോലും പറ്റില്ല അച്യുത. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മകള് ജീവൻ മരിക്കുന്ന കണക്കാതെ ഓടാണ്. ഇത്രയും നല്ലൊരു മകളെ കിട്ടിയ നിങ്ങളൊരു ഭാഗ്യവാനായ അച്ഛനാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയണം. അച്യുതൻ്റെ ഷോക്ക് അങ്ങോട്ട് മാറില്ല. എന്ന് വെച്ചാൽ തൻ്റെ മോള് ഇത്രയും വലിയൊരു രോഗം ഒറ്റയ്ക്ക് മനസ്സിൽ താങ്ങിക്കൊണ്ടാണ് അവൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെ ഇത്രയും സന്തോഷിപ്പിക്കുകയും ഒക്കെ എൻ്റെ മോള് ചെയ്തത്. അങ്ങനെ അച്യുതൻ വല്ലാണ്ട് നെടുവീർപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങൾക്കറിയാവോ, അവൾ നിങ്ങളുടെ മുന്നിൽ ചിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറയുന്നത് കണ്ണുനീരാണ്. അത്രയ്ക്ക് ആ കുട്ടി സഹിച്ചും ഒക്കെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ സമ്പാദിക്കുക, അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അച്യുതനെ സമാധാനിപ്പിച്ചിട്ടാണ് വിടുന്നത് കേട്ടോ. അച്യുതനെ ആകെ മനസ്സങ്ങ് മരിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇത്രയും വലിയൊരു പരീക്ഷണമാണോ ദൈവം തനിക്ക് വേണ്ടി വച്ചിരുന്നത്? തൻ്റെ മകൾക്കും തൻ്റെ ഭാര്യയ്ക്കും ഇനി ആരാ ഉള്ളത്? അങ്ങനെയൊക്കെയുള്ള പല സങ്കടങ്ങളും അച്യുതൻ്റെ മനസ്സിൽ വരെയാണ് കേട്ടോ. അച്യുതൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോക്ടറിനോട് പറഞ്ഞിട്ട് അച്യുതൻ അവിടെ
പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നേരെ അച്യുതൻ പല കാര്യങ്ങളും ഭൂമി തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകണു. അച്ഛനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അംബിക അവിടെ വണ്ടി വന്നു. ആ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര എന്തേ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറണേ? അപ്പം അംബിക പറഞ്ഞു, വീടൊക്കെ അവിടെ ഇല്ലേ, അത് കിടന്ന് ആകെ മുഷിഞ്ഞു പോവാം, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവാം, അപ്പോൾ ഇനി തിരിച്ചൊരു വരവില്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പം അംബിക പറഞ്ഞ് മിക്കവാറും വരില്ലായിരിക്കും, ഇനിയിപ്പോൾ അവിടെ ഒരു ടീ ഷോപ്പ് എന്തെങ്കിലും ഇടണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലിരിക്കുകയാണെന്ന് പറയാം. ആ സമയം അച്യുതൻ വീടെത്തേണ്ട കേട്ടോ. അച്യുതൻ ആകെ തളർന്ന് ഒരു മനസ്സ് വിറങ്ങലിച്ച് ആ ഒരു രീതിയിൽ അച്യുതൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതൻ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രൈവറിൻ്റെ അടുത്ത് പറയും, ഞങ്ങളുടെ നാട്ടിലേക്കുള്ള പോക്ക് താൽക്കാലികമായിട്ടൊന്ന് മാറ്റി വെച്ചൊക്കെയാണ്, ഇനി എന്നാന്നുള്ളത് അറിയിക്കാമെന്ന് പറയാം. അപ്പോൾ അംബിക ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാനുണ്ട്. എന്നിട്ട് അയാൾക്ക് തൽക്കാലം കുറച്ച് പൈസ കൊടുത്തിട്ട് പറയും, ഈ സാധനങ്ങളും കൂടെ ഒന്ന് എടുത്ത് വെക്കാവോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അതിനുശേഷം പിന്നെ അയാളെല്ലാം എടുത്ത് വെക്കും. അപ്പോൾ അച്യുതനകത്ത് കയറി പോവുകയാണ്. അപ്പോൾ അംബിക ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ അച്ചുവേട്ടാ, ഇന്നലെ വൈകിട്ട് വരെ എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പാടാ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം? അച്ചുവേട്ടൻ എന്താ പറ്റിയ, സ്ഥലകാല ബോധമൊക്കെ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അച്യുതൻ നിന്ന് വിങ്ങി പൊട്ടിക്കരയാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ തനിക്ക് എന്താണ് രോഗം എന്നുള്ളത് തൻ്റെ മകള് എന്നെയും അതുപോലെ അച്യുതനെയും അംബികയെ അറിയിക്കാണ്ട് ഒറ്റയ്ക്ക് മനസ്സിലേറി അവൾ നീറി പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത്രത്തോളം തൻ്റെ അച്ഛനെയും അമ്മയും അവൾ സ്നേഹിച്ചത് കൊണ്ടല്ലേ അവരെ ഒന്നും അറിയിക്കാണ്ട് എല്ലാം സ്വയം ഉള്ളിലൊതുക്കിയ ഭൂമി പൊക്കോണ്ടിരുന്നത്. അങ്ങനെ അച്യുതൻ അംബികയോട് ആ ഞെട്ടിക്കുന്ന സത്യം പറയാണ്. അതായത് തനിക്ക് അൾസർ ഒന്നും അല്ലായിരുന്നു, ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന്. അപ്പോൾ അത് കേട്ട് അംബിക അങ്ങോട്ട് ഇടി വെട്ടി കണക്ക് നിൽക്കുകയാണ്. കരയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അംബികയുടെ ഒരു മരിച്ച കണക്കുള്ളൊരു മരവിച്ച പോലെ അംബിക അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സീനിൽ എന്നിട്ട് അത് കാണിച്ചു തന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, നമ്മുടെ മോള് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ നമ്മളെ അറിയിക്കാണ്ട് പാവം അവൾ കിടന്ന് ഓടി എൻ്റെ ഓപ്പറേഷന് വേണ്ടുന്ന പൈസ എവിടെ നിന്ന് ലോൺ എടുക്കാനോ അങ്ങനെയൊക്കെ കിടന്ന് എൻ്റെ മോള് ഓടുക, അതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ നാട്ടിലേക്ക് പോണത് ശരിയല്ല അംബികയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അംബിക അങ്ങ് മാറി നിന്ന് വിങ്ങി കരയണം കേട്ടോ. ഇങ്ങനൊരു വിധി ഞങ്ങൾക്ക് വന്നല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നങ്ങോട്ട് സങ്കടപ്പെട്ട് വിഷമിക്കുകയാണ് കേട്ടോ. എൻ്റെ അച്യുതൻ പറയും, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോൾ ഇങ്ങനെ കിടന്ന് അലന്ന് ഓടി കഴിയേണ്ടവളല്ല. ഇത്രയും വലിയൊരു വീട്ടിൽ ജനിച്ച എൻ്റെ മോൾ ഒരു അനാഥയെ പോലെ ആകരുത്. എൻ്റെ കാലം കഴിഞ്ഞാലും അവൾ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട് അംബികയെ. പക്ഷെ അംബിക ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയാം. എന്ത് തീരുമാനം അച്ചുവേട്ടാന്ന് ചോദിക്കും. അതായത് അവളെ ഞാൻ അവളുടെ അച്ഛനെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പറയാം. അപ്പോഴേക്കും അംബിക പൊട്ടിക്കൊണ്ട് പറയാം, അച്ചുവേട്ടൻ അതിന് കഴിയുമോ അച്ചുവേട്ടാന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കും കേട്ടോ. കഴിയണം അംബികയെ, കഴിയണം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം അംബികയെ. കാരണം ഞാൻ മനസ്സിലൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. അതായത് നാളെ എല്ലാവരെയും വിളിച്ചൊരു പരിപാടി, അതിൽ അവളുടെ അച്ഛനെ മെയിനായിട്ട് വിളിക്കണം. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് അവളുടെ അച്ഛൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിക്കണം. അപ്പോൾ അംബിക വിങ്ങി പൊട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാ അച്ചുവേട്ട അത്രയും നല്ലൊരു ഭാഗ്യവാൻ, ഇത്രയും നല്ലൊരു മോളുണ്ടായ ആ അച്ഛൻ ആരാ? നിനക്ക് ഒരു ദിവസം കൂടെ ക്ഷമിച്ചൂടെ അംബിക? എൻ്റെ മകൾ അറിയുന്നതിനോടൊപ്പം തന്നെ നീയും അറിയും, അത് പോരെ എന്ന് ചോദിക്കണം കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര സങ്കടത്തിൽ പൊട്ടിക്കരയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവളെ ഒരിക്കലും അനാഥരാക്കരുത്. കാരണം എന്നെങ്കിലും ഒരു പക്ഷേ അവൾ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്ന സ്നേഹം ഒരു ശാപമായി അവളുടെ ഉള്ളിൽ വരും. എൻ്റെ അച്ഛൻ 22 വർഷം മകളെ നഷ്ടപ്പെട്ട എൻ്റെ അച്ഛനെ മകളെ കാണിക്കാണ്ട് ഒളിച്ച് വെച്ചുവല്ലോ എന്നുള്ളൊക്കെ ഒരു ചിന്താഗതി വരും. അതൊരു തെറ്റാണ് അംബിക. നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി നമ്മൾ എടുക്കണം. നമ്മുടെ മോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള വീട്ടിൽ വളരേണ്ട കുട്ടിയാണ്. അവൾ ഇങ്ങനെ ഒന്നുമില്ലാത്ത കിടന്ന് കഷ്ടപ്പെടേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് അംബികയെ മനസ്സിലാക്കാനായിട്ട് അച്യുതൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ കമാൽ അവിടെ വന്ന് വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അച്യുതനെ കൊല്ലാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് നമ്മുടെ ഭവാനി പറഞ്ഞൊക്കെയാണ്, ഒരു ദിവസത്തെ സമയം കൂടെ നിങ്ങൾക്ക് ഞാൻ തരൂ, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞാൻ തരും, പക്ഷേ ഇനി അയാൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന സത്യമാണ് ഭവാനിയുടെ തീരുമാനം.
അങ്ങനെ അയാൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി മറിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമി കടയിലെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മീനെ ഏൽപ്പിക്കുന്നുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് വരണം, മോളെ പോകണമെന്നുള്ളത് ഉറപ്പാണോ? പോകണം ലക്ഷ്മിയേട്ടത്തി, കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതം നമ്മളല്ല നയിക്കുന്നത്, വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയേട്ടത്തിനെ സമാധാനിപ്പിച്ച് ഞാൻ വരും, 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരും എന്നുള്ളതൊക്കെ പറയണേ. ആ സമയത്ത് നമ്മുടെ ഭൂമിക്കൊരു കോള് പറയണേ കേട്ടോ. ഭൂമി അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഇത് റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാളെയാണ് അതിൻ്റെ മീറ്റിംഗ്, മിക്കവാറും പോസിബിലിറ്റി ഉണ്ട് ഭൂമി എന്നും പറഞ്ഞ് ആ സിസ്റ്റർ വിളിക്കുകയാണ്. അപ്പം ഭൂമിക്ക് ഭയങ്കര സന്തോഷവും, കാരണം എന്ന് വെച്ചാൽ ആ ഫണ്ട് അവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. കാരണം അവർ തിരക്കിയിടത്തോളം അവർ വാടകയ്ക്ക് താമസിക്കുന്ന ഫാമിലിയാണ്, വലിയ ഫിനാൻഷ്യലി ഒന്നും ഇല്ല ഭൂമിക്ക് എന്നുള്ളത്, അച്യുതനും ഇല്ല എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെയാണ് അവർ അത് പാസ്സാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ അത് കൺഫേം ആയിട്ട് അറിയാം. അപ്പോൾ ആ സിസ്റ്റർ അത് വിളിച്ച് പറയുമ്പോൾ ഭൂമിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി വീട്ടിലോട്ട് എത്തുകയാണ്. വീട്ടിൽ വരുമ്പോൾ വണ്ടിയൊന്നും വന്നിട്ടില്ല, പോകാനുള്ള തയ്യാറെടുപ്പല്ലേ, ഇന്ന് വൈകിട്ടോടു കൂടി ഇറങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പം എല്ലാ സാധനങ്ങളും അകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ഭൂമി ചോദിക്കും എന്ത് പറ്റി വെച്ചാൽ വണ്ടി വന്നില്ലേ? അപ്പോൾ അച്യുതൻ ചോദിക്കും. അപ്പോഴേക്കും കണ്ണൊക്കെ തുടച്ച് അവർ പെട്ടെന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് ഇതാക്കി, കാരണം ഭൂമിയുടെ മുന്നിൽ കരഞ്ഞു നിൽക്കുന്നുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അച്യുതൻ അംബികയുടെ അടുത്ത് പറഞ്ഞ് ഓക്കെ ആക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അച്യുതൻ പറഞ്ഞു, നിനക്ക് വണ്ടി വരണതാണോ ഡി മോളെ ഇഷ്ടം അതോ വരാത്തതാണോ? അപ്പം ഭൂമി പറയും അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടമെന്ന് പറയാം. എന്നാലേ എനിക്ക് വരണ്ടെന്നാണ്. ആണോ, എന്നാൽ എനിക്കും വേണ്ട, ഉറപ്പിച്ചോ എന്ന് ചോദിക്കും ഭൂമി. ആ ഉറപ്പിച്ചു എന്ന് അച്യുതനും പറയും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി. അപ്പോൾ അച്യുതൻ പറയാണ് ഇനി നമ്മൾ ഈ നാട് വിട്ട് പോകുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന് ഭൂമിയോട് പറയണു. എൻ്റെ അച്ഛൻ ഇപ്പോഴാണ് ശരിക്കും ഒരു കറക്റ്റ് തീരുമാനം എടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് അംബികയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ സമാധാനമായല്ലോ, അമ്മയ്ക്കായിരുന്നു എന്നെക്കാട്ടിലും ടെൻഷൻ, ഇപ്പം നമ്മുടെ ഇനി ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്താ എന്നൊക്കെയുള്ളത് തീരുമാനമായല്ലോ, ഇനി അമ്മ സങ്കടപ്പെടണ്ട, അമ്മയുടെ മുഖം എന്താ വാടിയിരിക്കണേന്ന് ഇങ്ങനെ ഭൂമി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയും ഞാൻ ആ അടുപ്പത്ത് പുക ഒന്ന് കണ്ണിലടിച്ചിട്ടാന്ന് പറയാം. എന്തിനാ പുക അടിക്കാൻ അമ്മ പോയത്? അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ രാവിലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലാണ്ട് പിന്നെ അടുക്കളയിൽ കയറേണ്ട കാര്യമില്ലെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ഭൂമി അവരെ വഴക്കുറഞ്ഞു, ഇനി മേലാൽ അങ്ങനെയൊന്നും കയറി നിൽക്കേണ്ട, അടുക്കളയിൽ കയറി പുകയൊന്നും അടിക്കേണ്ട, ഇപ്പോൾ ആവശ്യത്തിനുള്ളത് നമ്മുടെ ടീ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നത്, രണ്ടുപേരും വയസ്സായാൽ വരുന്നത്, ഞാൻ പറയണേക്കെ കേട്ടോണമെന്നും പറഞ്ഞ് വലിയ ആളായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ അച്യുതൻ പറയും മോളെ നാളെ നമുക്ക് ഒരു പരിപാടിയുണ്ട്. അപ്പം ചോദിക്കും എന്താ വെച്ചാൽ, അതെ നമ്മളെ ടീ ഷോപ്പ് തുടങ്ങിയിട്ട് 2 വർഷം ആയില്ലേ, 2 വർഷം ആവാൻ പോണു, ആയില്ലെങ്കിൽ ആയി എന്നങ്ങ് പറഞ്ഞാൽ മതി. ആ പേരിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഒരു ചെറിയൊരു പരിപാടി, ബന്ധുക്കളെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്, മെയിൻ നിൻ്റെ സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും പിന്നെ ആ സത്യദാ സാറില്ലേ, സാറ് വരണം, സാറാണ് നമ്മുടെ മെയിൻ താര. അപ്പോഴേക്കും ഭൂമി പറഞ്ഞു അത് കൊള്ളാം, സാറ് എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി, സാറിന് എന്നെ കാണുമ്പോൾ എൻ്റെ സ്വന്തം മോളെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ സാറ് വരാണ്ടിരിക്കുന്ന പരിപാടിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമി അവരെയൊക്കെ എന്നാൽ പോയി ക്ഷണിക്കട്ടെ, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അടിപൊളി ഒരു പരിപാടി നാളെ വെക്കും, അല്ല നമുക്കതിന് എന്ത് പേരാണ് ഇടേണ്ടത്, അച്ചൂസ് ഡേ എന്നിട്ടാലോ എന്ന് ഭൂമി ചോദിക്കും. അതത്ര സെറ്റില്ല, എന്നാൽ ഫാദേഴ്സ് ഡേ എന്നിട്ടാലോ? അപ്പോഴേക്കും അംബിക പറയാൻ ഇപ്പോഴാണോ ഫാദേഴ്സ് ഡേ മോളെ, അതിപ്പോൾ അല്ലെങ്കിലും എന്തേ കുഴപ്പം? അപ്പോൾ അച്യുതൻ പറയും അത് മതി, ഫാദേഴ്സ് ഡേ അതാ കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഭൂമി ഇപ്പം തന്നെ എല്ലാവരും വിളിക്കാനുള്ള പരിപാടി, നല്ല ഗ്രാൻഡ് ഫംഗ്ഷനാണ് വെക്കാൻ പോണത് കേട്ടോ. അങ്ങനെ ഭൂമി എല്ലാവരും വിളിക്കാനൊക്കെ പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ അച്യുതൻ പറയും അവിടെ സെലക്ട് ചെയ്ത പേര് വളരെ കറക്റ്റാണ്, ഫാദേഴ്സ് ഡേ എന്നിങ്ങനെ മനസ്സിൽ പറയും കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കമാൽ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ആ പരിസരത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളാണ് ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത്. ഈ ഫംഗ്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ കാത്തിരിപ്പിൽ കണ്ടറിയാം അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണം കേട്ടോ. പിന്നെ ഇനി വരാൻ പോകുന്ന സീനെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നാളെ ഭയങ്കരമായിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ള ചില ഇൻസിഡൻ്റ് ഒക്കെ നടക്കാൻ പോവുകയാണ്. ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ നടക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അതിൻ്റെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യും, പക്ഷേ ചില അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഭൂമിയുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്